ഹായ്, എൻ്റെ ഏജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഹയറിൻ്റെ എക്സാമാണ്. എല്ലാവരും ഒക്കെ പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോവർ ഇന്ന് വരെ ഉള്ളായിരുന്നു, ലോവർ തീർന്നു, ഇന്നുകൊണ്ട് തീർന്നു. നാളെ ഹയറാണ്. അപ്പോൾ നമുക്കൊരു ലെറ്ററിൻ്റെ ക്വസ്റ്റ്യൻ, ലെറ്റർ പല രീതിക്കുള്ള ലെറ്റർ ഉണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ലെറ്റർ വന്നാൽ എങ്ങനെയാണ് കണ്ടുപിടിച്ച് അടിക്കുമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതൊരു ലെറ്ററാണ്. ഇതിൽ കാർബൺ കോപ്പീസ് ഉണ്ട്, 2 കാർബൺ കോപ്പീസ് ഉണ്ട്. ഇപ്പോൾ വന്ന ലെറ്ററുകളിൽ അത്രയും ലോവറിൻ്റെ ക്വസ്റ്റ്യനിൽ ലെറ്ററിലും ഗവൺമെൻറ് ഓർഡറിലും കാർബൺ കോപ്പീസ് 2 കാർബൺ കോപ്പീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ലെറ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഹെൽത്ത് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 അഡ്രസ്സാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. 2 അഡ്രസ്സ് എന്താണ്? ദി ഡയറക്ടേഴ്സ്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, തിരുവനന്തപുരം അല്ലേ. പിന്നെ ഫ്രം കൊടുത്തിരിക്കുന്നതാണ്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഫ്രമാണ്. ഫ്രം ദി പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ FW ഡിപ്പാർട്ട്മെൻറ്റ്, എന്നിട്ട് ഗവൺമെൻറ് ഓഫ് കേരള തിരുവനന്തപുരം. അപ്പോൾ മനസ്സിലായല്ലോ, ഗവൺമെൻറ് ഓഫ് കേരള. അപ്പോൾ ഇത് ഏത് ലെറ്റർ എന്ന് മനസ്സിലായി? ഫ്രമ്മിൽ നോക്കണേ, ഫ്രമ്മിൽ ഏതാണെന്ന് നോക്കണം. അപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് തന്നിട്ടില്ലെങ്കിലും നമുക്ക് താഴെ സൈൻ ഇട്ടിരിക്കുന്ന പേര് ഇത് നോക്കണം. അഡീഷണൽ സെക്രട്ടറി ടു ഗവൺമെൻറ്. അപ്പോൾ ഇത് ഏത് സെക്രട്ടറിയാണോ ഒപ്പിട്ടിരിക്കുന്നത് അത് ഗവൺമെൻറ് ലെറ്ററാണ്. ഇത് ഗവൺമെൻറ് ലെറ്ററാണ്. അപ്പോൾ എങ്ങനെ അടിക്കണം? ഗവൺമെൻറ് ഓഫ് കേരള ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് ഗവൺമെൻറ് ഓഫ് കേരള ക്യാപ്സിൽ അടിക്കണം. അടുത്തത് അതിൻ്റെ തൊട്ട് താഴെ 1.5 സ്പേസ് കൊടുത്തിട്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ FW ബ്രാക്കറ്റിൽ ഡിപ്പാർട്ട്മെൻ്റ് എന്ന്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരടിക്കണം. ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് തൊട്ട് താഴെയായിട്ട് അടിക്കണം. അത് കഴിഞ്ഞ് എന്താണ്? പ്ലേസ്, ഡേറ്റ്. അപ്പോൾ ഫ്രമ്മിൽ വന്നിരിക്കുന്ന പ്ലേസ് ഏതാണ്? കളറിൽ ഫ്രമ്മിൽ വന്നിരിക്കുന്ന പ്ലേസ് തിരുവനന്തപുരം. അപ്പോൾ ഇവിടെ വലതുവശത്തായിട്ട് തിരുവനന്തപുരം, പിന്നെ ഡേറ്റഡ് കോമ. ആ ഡേറ്റ് ഏതാണ്? 20th അല്ലേ, 20th ഡിസംബർ 2022, 20th ഡിസംബർ കോമ 2022 അത്. പിന്നെ നമ്പർ, ലെറ്റർ നമ്പർ കണ്ടോ? ലെറ്റർ നമ്പർ, അതിൻ്റെ ഡേറ്റിൻ്റെ നേരെ ഇടതുവശത്തായിട്ട് ലെറ്റർ നമ്പർ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രം എന്ന് അടിക്കണം. 2 സ്പേസ് താഴ്ത്തിയിട്ട് ഫ്രം എന്ന് അടിച്ചിട്ട് ഏതാണ് ഫ്രമ്മിൽ വന്നിരിക്കുന്നത്? അടുത്ത ഏതെന്ന് നോക്കണം. ദി പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവൺമെൻറ്, അത് മാത്രം അടിച്ചാൽ മതി. അപ്പോൾ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്തായാലും ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ തൊട്ട് താഴെ അടിച്ചിട്ടുണ്ട്. അടുത്ത ഫ്രം അഡ്രസ്സിൽ ദി പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവൺമെൻറ് മാത്രം. ബാക്കിയെല്ലാം ഫ്രമ്മിലുള്ളത് അടിച്ചേ. പിന്നെ അടുത്തത് 2 അഡ്രസ്സ് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദി ഡയറക്ടേഴ്സ്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, തിരുവനന്തപുരം. അത് മാത്രം 2 അഡ്രസ്സ്. അത് കഴിഞ്ഞിട്ട് സാറ് വെച്ചിട്ട് ഇവിടെ സബ് റഫ് ഇനി താഴെ കൊണ്ടിട്ടിരിക്കുകയാണ്. സബും റഫും അടിക്കണം. അത് കഴിഞ്ഞിട്ട് ആ കണ്ടൻറ്റ് അടിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് അടിക്കണം. മനസ്സിലായില്ലേ? ഇൻവൈറ്റിംഗ് അറ്റൻഷൻ ടു, അങ്ങനെയുള്ള അതാണ് അടിക്കേണ്ടത്. അത് കഴിഞ്ഞ് എല്ലാം 1.5 അടിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തികയില്ല. താഴെ അറ്റം വരെ അടിക്കാൻ തികയില്ല. 1.5 അടിച്ചാൽ മതി. ഹയറിന്, ലോവറിന് 2 സ്പേസ് ആണെങ്കിൽ ഹയറിന് 1.5. ശരിക്കും ഉണ്ടെങ്കിൽ ഇങ്ങനെ താഴെ പേപ്പറിൻ്റെ താഴെ വരെ വന്നു കഴിഞ്ഞാൽ 1 അടിച്ചാലും മതി. അതിന് കുഴപ്പമില്ല കേട്ടോ, മാർക്ക് കുറയ്ക്കില്ല. എന്നിട്ട് 2 സ്പേസ് കഴിഞ്ഞ് US ഫെയ്ത്ത് പുള്ളി, 4 സ്പേസ് കഴിഞ്ഞിട്ട് B സുരേന്ദ്രൻ പിള്ള പേര്,
നെയിം അടിക്കണം, കോമ, സിംഗിൾ സ്പേസിൽ അഡീഷണൽ സെക്രട്ടറി ടു ഗവൺമെൻറ്, ഫുൾ സ്റ്റോപ്പ്. അത് കഴിഞ്ഞിട്ട് ടു അഡ്രസ് ഉണ്ടാന്ന് നോക്കണം. കോപ്പി ടു ഉണ്ടാ? ഇല്ലല്ലോ, കോപ്പി ടു ഇല്ല. ചിലതിൽ കോപ്പി ടു ഏതെങ്കിലും ചിലപ്പോൾ കാണും, അപ്പോൾ അതും ഇല്ല. അപ്പോൾ അതുവരെ അടിച്ച് തീർത്ത്. അത് ഗവൺമെൻറ് ഓർഡറിലാണ് കോപ്പി ടു വരുന്നത്. അപ്പോൾ അത് തീർന്നു. അപ്പോൾ ഗവൺമെൻറ് ലെറ്റർ ഏതാണെന്ന് മനസ്സിലായല്ലോ. ഗവൺമെൻറ് ഓഫ് കേരള, ഡിപ്പാർട്ട്മെൻറ്റ് പേര്, പ്ലേസ്, ഡേറ്റ്, നമ്പർ, പിന്നെ വീണ്ടും ഫ്രം അടിക്കണം അല്ലേ. പിന്നെ അടുത്തൊരു ലെറ്റർ പറഞ്ഞുതരാം. ഗവൺമെൻറ് ലെറ്റർ കഴിഞ്ഞു. അടുത്ത എന്തോന്ന് ലെറ്ററാണ്? DO ലെറ്റർ, ഡിമി ഒഫീഷ്യൽ അല്ലേ. DO നമ്പർ കണ്ട, ഇത് ലെറ്ററിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ DO നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്രം എസ് ശ്രീനിവാസ് IAS, അഡീഷണൽ സെക്രട്ടറി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് കോമ, അടുത്ത മിനിസ്ട്രി ഓഫ് പേഴ്സണൽ, അടുത്ത പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ്, നോർത്ത് ബ്ലോക്ക്, ന്യൂഡൽഹി, നമ്പർ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് DO ലെറ്റർ എങ്ങനെ അടിക്കും അതറിയാമല്ലോ. നാളെ പരീക്ഷയാണ്, അപ്പോൾ എല്ലാവരും പഠിച്ച് കാണുമായിരിക്കുക അല്ലേ. എങ്കിലും പറയാം, ഫ്രം അഡ്രസ്സിൽ കിടക്കുന്നതാണ് DO ലെറ്ററിൽ ഫസ്റ്റ്. DO ലെറ്ററിൽ നെയിം കാണും, നെയിമും ഡെസിഗ്നേഷനും കാണും. എന്താണ് നെയിം? K ശ്രീനിവാസ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ഇടതുവശത്തായിട്ട് ഫസ്റ്റ് അടിക്കണം നെയിം. എവിടെ? ഫ്രമ്മിൽ അടിക്കാനുള്ളത് ഫ്രം എന്ന് അടിക്കണ്ട, അല്ലാതെ ഫ്രം എന്ന് അടിക്കാതെ തന്നെ K ശ്രീനിവാസ് ബ്രാക്കറ്റിൽ കോമ ഇട്ടിട്ട് IAS, അതിൽ കൂടെ തന്നെ ബ്രാക്കറ്റിൽ IAS കോമ K ശ്രീനിവാസ് എന്ന് ക്യാപിറ്റലിൽ അടിച്ചിട്ട് IASും കൂടി നേരെ അടിച്ച് തൊട്ട് താഴെ സിംഗിൾ സ്പേസിൽ അഡീഷണൽ സെക്രട്ടറി എന്ന് ഇടണം. എവിടെയാണ് ഇടുന്ന? പേപ്പറിൻ്റെ ഇവിടെ ഫ്രം അടിക്കുന്ന സ്ഥലത്ത് അവിടെയാണ് ഇടുന്നത്. അതിൻ്റെ നേരെ തൊട്ട് താഴെയായിട്ട് ഒരു സ്പേസ്, ഒന്നര സ്പേസ് താഴ്ത്തിയിട്ട് അടുത്ത ഫ്രമ്മിലുള്ളത് അടിക്കാനുള്ളത് കൂടെ കള്ളറില്ല അടിക്കാനുള്ളത് വലതുവശത്തായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. അതത്രയും കൂടെ ഒരു വരിയിൽ കൊണ്ടില്ലെങ്കിൽ രണ്ട് സിംഗിളിൽ അടിക്കണം. നമ്മൾ പ്ലേസും ഡേറ്റും അടിക്കുന്ന സ്ഥലത്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് കോമ, മിനിസ്ട്രി ഓഫ് പേഴ്സണൽ കോമ, പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ് കോമ, നോർത്ത് ബ്ലോക്ക് കോമ, ന്യൂഡൽഹി ഹൈഫണിട്ടിട്ട് 110001 എന്നടിച്ചിട്ട് ഡേറ്റഡ് അടിച്ച് 28 ഡിസംബർ 2080 ഡേറ്റ് അങ്ങനെ അടിക്കണം, ഡിസംബർ അടിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ഇടതുവശത്തായിട്ട് എന്ന് വെച്ചാൽ ഡേറ്റ് അറിയാമല്ലോ, ഡേറ്റ് അടിച്ച് അതിൻ്റെ നേരെ ഇടതുവശത്തായിട്ട് DO നമ്പർ കിടക്കുന്നു. ഈ നമ്പർ ഇതുവരെ അടിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ ഡിയർ സാർ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഡിയർ സാർ വെച്ച് CUR അവെയർ അതുതൊട്ട് തീരുന്നത് വരെ പ്രോഗ്രാം. അത് കഴിഞ്ഞ് 10 സ്പേസ് ഇട്ടിട്ട് വിത്ത് റിഗാർഡ്സ് കോമ ഇട്ടിട്ട് യുവേഴ്സ് സിൻസിയർലി 4 സ്പേസ് ഇട്ട് പേര് നേരത്തെ ഫ്രമ്മിലടിച്ച K ശ്രീനിവാസ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ടു അഡ്രസ്സ് DO ലെറ്ററിൻ്റെ ടു അഡ്രസ്സ് താഴെയായിട്ടാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് താഴെയായിട്ടാണ് ടു അഡ്രസ്സ്. DO ലെറ്ററിന് മുകളിൽ ടു അഡ്രസ്സ് അടിക്കില്ല. താഴെ ചീഫ് സെക്രട്ടറീസ് ആൻഡ് അഡീഷണൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് യൂണിയൻ ടെറിട്ടറീസ് സർവീസ് CSS സെൻട്രൽ സെക്രട്ടേറിയറ്റ്
എന്ന് താഴെ അടിക്കണം. ടു അഡ്രസ്സ് അടിക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ DO ലെറ്ററിൽ ഫ്രമ്മിൽ ഏതാണ് വരണ പേര് കെ ശ്രീനിവാസ് IAS എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് സിംഗിൾ സ്പേസിൽ തൊട്ട് താഴെയായിട്ട് അതിൽ കൂടെ തന്നെ അഡീഷണൽ സെക്രട്ടറി അതിൽ തന്നെ അടിക്കണം. അതിൽ തന്നെ അടിച്ചിട്ട് ബാക്കിയെല്ലാം വലതുവശത്ത്, ബാക്കിയുള്ളതെല്ലാം വലതുവശത്തായിട്ട് അടിക്കണം. പിന്നെ ടു അഡ്രസ്സ് അവിടെ അടിക്കില്ല. ഓക്കെ, അപ്പോൾ ആ ലെറ്റർ മനസ്സിലായല്ലോ, DO ലെറ്റർ. ഇനി അടുത്തത് സാധാ ഒരു ലെറ്റർ ഫോർ ലെറ്റർ ശ്രീ അമർജിത്ത് N. അപ്പോൾ ഫ്രം അഡ്രസ്സിൽ ലെറ്ററിൻ്റെ ഫ്രം അല്ലേ അത്, ന്യൂഡൽഹി. ഫസ്റ്റ് പ്ലേസും ഡേറ്റും അതിൽ 45 റോക്ടാക് റോഡ്, കോമ, അടുത്തത് ന്യൂഡൽഹി എന്ന് പ്ലേസ് വയ്ക്കണം. വലത് സൈഡിൽ പ്ലേസ് വെച്ചിട്ട് ഡേറ്റും വയ്ക്കണം. ഡേറ്റഡ് വേണ്ട കേട്ടോ, ഡേറ്റഡ് ഇല്ലാതെ 15th August 2005 എന്ന്, ഓഗസ്റ്റിലൊക്കെ കോമ ഇടണം എന്ന് വച്ചിട്ട് അതിൻ്റെ നേരെ നമ്പർ ഉണ്ടായില്ലല്ലോ. ഇതിപ്പോൾ സാധാ ഒരു ലെറ്റർ ഒരാളിന് അയക്കുന്നതാണ്, അതിൽ നമ്പരൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു 1.5-2 സ്പേസ്, കുറച്ചേ ഉള്ളെങ്കിൽ 2 സ്പേസ് ഇടാം. വലിയ കണ്ടൻ്റ് ഉള്ളതാണെങ്കിൽ 1.5 ഇട്ടാൽ മതി. അപ്പോൾ പ്ലേസും ഡേറ്റും ഇട്ടിട്ട് അതിൻ്റെ തൊട്ട് താഴെ 2 സ്പേസ് ഇട്ടിട്ട് ഫ്രം അടിക്കണം. ഫ്രം എന്താണ്? ശ്രീ അമർജിത്ത് N. ഇത്ര മാത്രം, അമർജിത്ത് N. പ്ലേസ് വലതുവശത്ത് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് വേണ്ട. അമർജിത്ത് N. അടുത്ത ടു അഡ്രസ്സ് ശ്രീ സുരേഷ് S. 65 റൈബിൾസ് ഡെയിൽ റോഡ്, ലണ്ടൻ. ഇത് ഇത്രയും ടു അഡ്രസ്സിൽ അടിക്കണം. SW 60 അതും കൂടിയുണ്ട്. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത ഡിയർ സുരേഷ്, എന്നിട്ട് 1.5 സ്പേസ് താഴ്ത്തി 5 സ്പേസ് തട്ടിയിട്ട് VR ആൾ സോറി ടു ഹിയർ എന്നും പറഞ്ഞ് അതിൻ്റെ കണ്ടൻറ്റ് അടിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ടു അഡ്രസ്സ് മേലിട്ടിരിക്കുന്നത് കൊണ്ട് ഈ താഴെ അതേ അഡ്രസ്സിൽ വന്നിരിക്കുകയാണ്. ടു ശ്രീ സുരേഷ് S. 65 റൈബിൾസ് ഡെയിൽ റോഡ്, ലണ്ടൻ, SW 60. അപ്പോൾ അതവിടെ അടിക്കണ്ട, ഇവിടെ അടിക്കണ്ട. മുകളിൽ ഫ്രം അടിച്ചിട്ട് അതിൻ്റെ തൊട്ട് താഴെ 2 അടിച്ച് ഡിയർ സുരേഷ് അടിച്ച് യുവേഴ്സ് സിൻസിയർലി അവസാനം പേരും ക്യാപിറ്റൽ ലെറ്ററിൽ 4 സ്പേസ് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ നെയിമും അടിച്ചാൽ മതി. അപ്പോൾ ഓക്കെ ആണല്ലോ. ആ ലെറ്റർ അങ്ങനെ, അത് സാധാ ഒരു ലെറ്ററാണ്, ഒരുപാടുമില്ല. പിന്നെ അടുത്ത ഒരു ലെറ്റർ ഇത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്. അത് ക്യാപിറ്റൽ ലെറ്ററിൽ അങ്ങനെയാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ലെറ്റർ നമ്പർ, ബ്രാഞ്ച് മാനേജർ KSFE പാപ്പനംകോട്, തിരുവനന്തപുരം. അപ്പോൾ ടു അഡ്രസ്സ് ദി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് ഓഫീസ് ഓഫ് ദി ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, നെയ്യാറ്റിൻകര. ഡേറ്റും. അപ്പോൾ ഈ ഓഫീസ് ഓഫ് ദി എന്ന് കാണുമ്പോൾ പെട്ടെന്ന് കയറി ഓഫീസ് ഓഫ് ദി എന്ന് പറഞ്ഞ് വലതുവശത്ത് ഫ്രം അഡ്രസ്സിൽ കയറി അടിക്കരുത്. ഓക്കെ, 2ൽ കിടക്കുന്നതാണ് ഓഫീസ് ഓഫ് ദി, ഫ്രമ്മിലല്ല 2ലാണ് ഓഫീസ് ഓഫ് ദി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓഫീസ് ഓഫ് ദി വന്നു, അത് ഒഫീഷ്യൽ ലെറ്റർ ആണെന്ന് പറഞ്ഞ് വലതുവശത്ത് എടുത്ത് അടിച്ചളയും. എല്ലാം പഠിച്ചിട്ട് പോയാലും അവിടെ ചെല്ലുമ്പം തല തിരിഞ്ഞേ ചെയ്യുള്ളൂ, എത്ര പഠിപ്പിച്ചു കൊടുത്താലും. അതങ്ങനെയാണ്. അതുകൊണ്ട് ചെയ്യാതെ ഫ്രം അഡ്രസ്സ് ആദ്യം നോക്കണം. ഫ്രമ്മിലാണ് KSFE വന്നേക്കുന്നത്, KSFE. അപ്പോൾ ഇത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ഹെഡിങ് അടിക്കണം. എന്നിട്ട് വലത് സൈഡിൽ അതിൽ ഫ്രമ്മിൽ കിടക്കുന്ന പ്ലേസ് അടിക്കണം. ഏതാണ്? ഏതാ? KSFE
അതവിടെ KSF ഇവിടെ കിടക്കുന്നതിന് കുഴപ്പമില്ല. പാപ്പനംകോട് തിരുവനന്തപുരം, പാപ്പനംകോട് തിരുവനന്തപുരം മാത്രം അടിച്ചാൽ മതി വലതുവശത്ത്. അത് കഴിഞ്ഞിട്ട് ഡാറ്റും അടിക്കണം. ഡാറ്റ റിയൽ ഇതാ അടക്കണം, ഡാറ്റ ഇട്ടും അതും അടിക്കണം, സ്പ്ലിറ്റ് ചെയ്ത് അടിക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ നേരെ നമ്പറുണ്ട്, ലെറ്റർ നമ്പർ. അതിൻ്റെ നേരെ ഇടതുവശത്തായിട്ട് ലെറ്റർ നമ്പർ. അത് കഴിഞ്ഞ് വീണ്ടും ഫ്രം അടിക്കണം. ഫ്രം ഏതാണ്? ഫ്രം ഇത് ബ്രാഞ്ച് മാനേജർ, ബ്രാക്കറ്റിൽ KSF എന്നും കൂടി ഇടാം. അത് സ്പ്ലിറ്റ് ചെയ്ത് അടിക്കണ്ട, എക്സ്പാൻഡ് ചെയ്യണ്ട. മുകളിൽ നമ്മൾ ഫ്രമ്മിൽ മുകളിൽ ഇത് അടിച്ചിട്ടുണ്ട്, അതവിടെ അടിച്ചിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ വലത് സൈഡിൽ പ്ലേസും എല്ലാം അടിച്ചല്ലോ. എന്നിട്ട് ഫ്രം അടിച്ചിട്ട് ദി ബ്രാഞ്ച് മാനേജർ ബ്രാക്കറ്റിൽ KSF എന്ന് മാത്രം അടിച്ചാൽ മതി. അത് കഴിഞ്ഞ് 1.5 സ്പേസ് താഴ്ത്തിയിട്ട് ടു അഡ്രസ്സ് അടിച്ച് 2 എന്നടിച്ച് താഴ്ത്തി സ്പേസ് താഴ്ത്തി 5 സ്പേസും തട്ടിയിട്ട് ഇത് ടു അഡ്രസ്സ് ഏതാണെന്ന് നോക്കി അടിക്കണം. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, രണ്ടാമത്തെ വരിയിൽ സിംഗിളിൽ അടിക്കണം. ഓഫീസ് ഓഫ് ദി ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, നെയ്യാറ്റിൻകര എന്ന് ടു അഡ്രസ്സിൽ അടിക്കണം അവിടെ താഴെ. എന്നിട്ട് സർവ് വയ്ക്കണം. സബ് റഫ് കണ്ടൻ്റ് അടിക്കുക. എന്നിട്ട് അവസാനം യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി 4 സ്പേസ് കഴിഞ്ഞിട്ട് 4 വെച്ചിട്ട് മാനേജർ KSF അവിടെയും അങ്ങനെ അടിച്ചാൽ മതി. KSF എന്ന് അടിച്ചാൽ മതി. ഫോർ മാനേജർ KSF. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ താഴെയായിട്ട് സിംഗിളിൽ അടിക്കാം. അല്ലാതെ മൊത്തം അടിക്കാനായിട്ട് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന് അടിക്കാനൊന്നും കിട്ടൂല, ഒരുപാട് ഇല്ലേ. അപ്പോൾ അതുപോലെ KSF എന്ന് മാത്രം അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതായി. അതങ്ങനെ ഒരു ലെറ്റർ. പിന്നെ ലെറ്റർ മാത്രമേ പറഞ്ഞു തരുന്നുള്ളേ, ബാക്കി നാളത്തേക്ക് ഇത് മതി. ബാലൻസ് ഷീറ്റൊക്കെ അറിയാമല്ലോ, ഇനി ഒന്നും പറഞ്ഞു തരണ്ടല്ലോ, മുമ്പ് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതൊക്കെ നോക്കി അടിച്ചാൽ മതി. ഫ്രം അടുത്തത് എന്താ? ഒഫീഷ്യൽ ലെറ്റർ. അടുത്തൊരു ഒഫീഷ്യൽ ലെറ്ററാണ്. അടുത്ത എങ്ങനെ അടിക്കും? അവിടെ ഒരു ഓഫീസ് ഓഫ് ദി വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് ഒന്നും വയ്ക്കണ്ട, ഫ്രമ്മിൽ വന്നിരിക്കുന്നതാണത്. ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ. അപ്പോൾ എങ്ങനെയായിരിക്കും? ഓഫീസ് ഓഫ് ദി, ആദ്യത്തെ വരി ഓഫീസ് ഓഫ് ദി, അടുത്ത സിംഗിളിൽ അതിൻ്റെ ബാലൻസ് അവിടെ കോമയെന്ന് ഇട്ട് വയ്ക്കല്ലേ. ഓഫീസ് ഓഫ് ദി ആദ്യം ഒരു വരി, അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ സിംഗിളിൽ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ, അടുത്ത പ്ലേസ് കൊല്ലം. എന്നിട്ട് ഡേറ്റഡ് അടിക്കണം. ഡേറ്റ് എവിടെയാണ്? അടക്കണം. 11/9/2014. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അടിക്കണം. ഡേറ്റഡ് എന്ന് വെച്ചിട്ട് അടിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ഇടത് സൈഡിൽ നമ്പർ ഉണ്ടല്ലോ, A5, ആ ലെറ്റർ നമ്പർ A5, അങ്ങനെ ആ നമ്പർ അത്രയും അടിക്കണം. അത് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് ഫ്രം അഡ്രസ്സ് വീണ്ടും അടിക്കണം. ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ, ദിയും കൂടെ ചേർക്കണം. ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ. അതടിച്ചിട്ട് പ്ലേസ് വലതുവശത്ത് അടിച്ചിട്ടുണ്ട്. കൊല്ലം പിന്നെ അടിക്കരുത്, അത് മാത്രമേ അടിക്കാവുള്ളൂ. പിന്നെ ടു അഡ്രസ്സ് ദി ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ, തിരുവനന്തപുരം എന്ന് മാത്രം ടു അഡ്രസ്സിൽ അടിക്കുക. പിന്നെ അടുത്ത താഴെയായിട്ട് 1-2 സ്പേസ് താഴ്ത്തി സർ അടിക്കുക. സറ് കഴിഞ്ഞിട്ട് 1.5 മതി, 2 ഇട്ട് അടിക്കാനുള്ളതാണ്. സ്ഥലം കിട്ടിയില്ലെങ്കിൽ 1.5 ഇട്ട് അടിച്ചിട്ട് 5 സ്പേസ് അവിടെ നിന്ന് മാർജിനിൽ നിന്ന് തട്ടി സബ്ജക്റ്റും റെഫറൻസ്, റഫ് അടിക്കണം. കണ്ടൻറ്റ് അടിക്കുക. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അടിക്കുക. എന്നിട്ട് ഫ്രമ്മിൽ അടിച്ചത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ, ദി വയ്ക്കണം. ദ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു അല്ലേ? മതിയല്ലോ. ലെറ്റർ എല്ലാം ആയല്ലോ. ഒഫീഷ്യൽ ലെറ്ററായി, ഗവൺമെൻറ് ലെറ്ററായി, അല്ലാതെ ഏതെങ്കിലും ഒരു ലെറ്റർ വന്നാൽ DO ലെറ്ററായി, വേറെ ഏത് ലെറ്റർ വന്നാലും അത് അടിക്കാൻ. പിന്നെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ
നമ്പേഴ്സ് ടോട്ടൽ നമ്പേഴ്സൊക്കെ വന്നാൽ 3 അതേഴ്സിനും 3. പിന്നെ നിങ്ങൾക്ക് മിക്കവാറും 3 വരേ ഉള്ളൂ. പിന്നെ റുപ്പീസ് ഇൻ ലാക്സ്, റുപ്പീസ് ഇൻ ടൺസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ 2 3 ആയിരിക്കും മിക്കവാറും വരുന്നത്. പിന്നെ അടുത്തത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒരു ലെറ്റർ, അത് ഞാൻ പറഞ്ഞു തന്നല്ലോ, ഗവൺമെൻറ് ഓഫ് കേരള ആ ലെറ്റർ പറഞ്ഞു തന്നു. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള അബ്സ്ട്രാക്റ്റ് അടിക്കുന്നത് അല്ലേ, അബ്സ്ട്രാക്റ്റ് സിംഗിൾ സ്പേസിൽ അബ്സ്ട്രാക്റ്റ് അടിച്ച് അതിൻ്റെ അബ്സ്ട്രാക്റ്റിൻ്റെ കണ്ടൻറ്റ് എത്രയും അടിച്ചു. പിന്നെ വരയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്